തന്നെയാണ് ശ്രീമതി ലത. ഈ ഇപ്പോൾ ശ്രീ ഡിജോ കപ്പൻ പറഞ്ഞതുപോലെ തന്നെ ആരോഗ്യകരവും സ്വാദിഷ്ടവുമായ ഭക്ഷണം എന്നായിരുന്നു നമ്മളുടെ ഇത്രയും നാളുള്ള രീതി. പക്ഷെ അത് മാറി ഇപ്പോൾ സ്വാദിഷ്ടമായ ഭക്ഷണം എന്നതിലേക്ക് മാറിയിരിക്കുന്നു. പക്ഷെ സ്വാദിഷ്ടമാകാൻ വേണ്ടി അതിൽ ചേർക്കുന്ന പലതും ജീവൻ എടുക്കുന്നതുമാകുന്നു. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഒരു ഷെഫ് എന്ന നിലയിൽ ഞാൻ ചോദിക്കുകയാണ്, ഏറ്റവും ഒന്ന് പേടിച്ച് നമ്മൾ കഴിക്കേണ്ടതായ ഭക്ഷണം ഏതെങ്കിലും ഉണ്ടോ? നമ്മൾ പേടിച്ച് കഴിക്കേണ്ട ഭക്ഷണം എന്ന് പറഞ്ഞാൽ, ഒന്ന് ഞാൻ പറഞ്ഞല്ലോ, കുക്കാവാത്ത, ഇപ്പം സാൽമൺ പോലെയുള്ള ഫിഷുകൾ പച്ചയാണ് നമ്മൾ കഴിക്കുന്നത്. സ്മോക്ക്ഡ് സാൽമൺ എന്ന് പറയുമ്പോൾ അത് ഹാഫ് കുക്കാവുന്നേ ഉള്ളൂ. ഇത്തരം ഭക്ഷണം കൈകാര്യം ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ സുരക്ഷിതമായിട്ടുള്ള കൈകൾ, ഗ്ലൗ ഉപയോഗിക്കുക, മാസ്ക് ഉപയോഗിക്കുക, അതുപോലെ തന്നെ നൈഫും ഇതൊക്കെ സാനിറ്റൈസ് ചെയ്യുക. കട്ടിംഗ് ബോർഡ് ഡിഫറെൻറ്റ് കട്ടിംഗ് ബോർഡായിരിക്കണം. ഈ പറയുന്ന സ്ഥലങ്ങളിൽ നിന്നൊക്കെ സംഭവിച്ചിട്ടുണ്ടാവുക അവരുപയോഗിക്കുന്ന കട്ടിംഗ് ബോർഡ് ഒന്നായിരിക്കും. വെജ് കട്ട് ചെയ്യുന്നതും നോൺ വെജ് കട്ട് ചെയ്യുന്നതും ഒരേ കട്ടിംഗ് ബോർഡായിരിക്കാം, ഒരേ നൈഫായിരിക്കാം. നമ്മളെപ്പോലുള്ള കുറച്ച് മേൽത്തട്ടിലിരിക്കുന്ന 5 സ്റ്റാർ ഹോട്ടലുകളിൽ എപ്പോഴും ഈ ഒരു മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ട് അവിടെ. കാരണം അവിടെ ഒരു ഹൈജീൻ മാനേജർ ഉണ്ടാവും. നമ്മുടെ ഫുഡ് ചെക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മുടെ ലാബിൽ അത് കൊണ്ടുപോയി ചെക്ക് ചെയ്യുന്നു. അതിൽ എന്തെങ്കിലും തരത്തിലുള്ള വിഷാംശങ്ങളുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള മോശമായ വസ്തുക്കൾ അതിൽ പെട്ടിട്ടുണ്ടോ എന്ന് അവർ പരിശോധനയ്ക്ക് നോക്കുന്നു. വെള്ളം യഥാവിധ കാലങ്ങളിൽ വെള്ളം എല്ലാ ദിവസങ്ങളും പരിശോധനയ്ക്ക് വിടുന്നുണ്ട് നമ്മുടെ ലാബിൽ നിന്ന്. അതേപോലെ ഇത്തരത്തിലുള്ള ചെറിയ ഹോട്ടലാണെങ്കിലും സർക്കാർ ഇത്തരം മാനദണ്ഡങ്ങൾ പാലിച്ചാൽ ഒരു പരിധി വരെ നമ്മൾക്ക് ഇത്തരത്തിലുള്ള ദുർമരണങ്ങൾ, അങ്ങനെ തന്നെ പറയാം, ഇങ്ങനെയുള്ള മരണങ്ങൾ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ ആരോഗ്യകരമായിട്ടുള്ള ഒരു ജനതയെ സൃഷ്ടിക്കാൻ കഴിയും.